അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ സഹോദരങ്ങളും എൻ്റെ വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോ വീഡിയോ വിടുന്നതും. അപ്പോൾ സബ്സ്ക്രൈബ് കിട്ടുന്നില്ല എന്നാണ് വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ എല്ലാ ദീനി സഹോദരങ്ങളും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പടച്ച റബ്ബ് എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. ആമീൻ. എന്നാൽ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ദിവസം വീട്ടിലേക്ക് കയറിച്ചില്ല. ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ തന്റെ പൊന്നുമകൻ അബ്ദുള്ള, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അബ്ദുള്ള ഇറച്ചി കറി വെച്ചിട്ട് തിന്നോണ്ടിരിക്കുക. റളിയല്ലാഹു തആല കണ്ടപ്പോൾ അങ്ങോട്ട് വല്ലാത്ത ദേഷ്യം തോന്നി. തന്റെ മകനോട് ചോദിക്കുകയാ, നാട്ടുകാർ മുഴുവനും പട്ടിണി കിടക്കുമ്പോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുടെ മകൻ വീടിന്റെ അകത്തിരുന്ന് ഇറച്ചി തിന്നുന്നു. തന്റെ മകനോട് ദേഷ്യപ്പെടാ. തന്റെ പൊന്നാര മകൻ അല്ലാഹുവേ പടച്ചവനെ ഇറച്ചി തിന്നുന്നത് കണ്ടപ്പോ നാട്ടുകാര് പട്ടിണി കിടക്കുമ്പോ എന്തിനു സഹോദര, ഇന്നത്തെ നേതാക്കന്മാരൊക്കെ പഠിക്കണം. ഇന്നത്തെ ഓരോ നേതാക്കന്മാരും പഠിക്കണം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ മോൻ തലയിൽ എണ്ണ തേച്ചിരിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകന്റെ തലയിൽ എണ്ണ തേച്ചിരിക്കുന്നു. റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ എണ്ണ എവിടെ നിന്നാ? ഈ എണ്ണ നിനക്ക് എവിടെ നിന്നാ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, ഈജിപ്തിൽ നിന്ന് കുറച്ച് ഒലിവെണ്ണ വന്നു, ജെയ്ത്തെണ്ണ. അത് വന്നപ്പോ ഇത് മദീനക്കാർക്ക്, പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ജോലി ഈ ചെറുപ്പക്കാരനായിരുന്നു റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ. അപ്പൊ എണ്ണ ഇങ്ങനെ കൊടുക്ക, എല്ലാവർക്കും കൊടുക്കുമ്പോ കയ്യിലാവൂലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണ ഇങ്ങനെ കൊടുത്ത് അവസാനം കയ്യിലായ എണ്ണ, ആ എണ്ണ കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ തലയിലൊന്ന് തലോടി. ആ എണ്ണയാ തലയിൽ തേച്ചിരുന്നേ. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ അവിടുന്ന് തന്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഹദിയ ബൈത്തുൽ മാലിൽ കൊടുക്ക്, ഇല്ലെങ്കിൽ പോയി മുട്ടയടിച്ചിട്ട് വരാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങനെ ആയിരുന്നു ഉമർ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, രാത്രി കാലമായാൽ വേഷം മാറി ഇങ്ങനെ നടക്കും. അവിടെ നിന്ന് ഒരിക്കൽ വല്ലാതെ ഉമർ